ഹലോ, എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. പോഹ എന്നാണ് അതിനെ പറയുന്നത്. പോഹ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അവലാണ്. നമ്മുടെ അവൽ, ഈ സാധനം നമ്മുടെ അവൽ. അപ്പോൾ നമ്മുടെ ചുമന്ന അവലല്ല, നമ്മുടെ വെള്ള അവൽ കിട്ടുമല്ലോ, കുറച്ച് കട്ടിയുള്ള അവൽ. അപ്പോൾ ആ അവൽ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ഡിഷല്ല കേട്ടോ, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം അവർ ഇതിന് കാന്ത പോഹ എന്ന് പറയും. കാന്ത എന്ന് പറയുന്നത് ഉള്ളിയാണ് പറയുന്നത്. അപ്പോൾ ഉള്ളി ഇട്ടുണ്ടാക്കുന്നതിനെ അവർ കാന്ത പോഹ എന്ന് പറയും. പൊട്ടാറ്റോ ഇട്ടുണ്ടാക്കിയാൽ ബട്ടട്ട പോഹ എന്ന് പറയും. അപ്പോൾ ഞാൻ രണ്ട് ഉള്ളിയും പൊട്ടാറ്റോയും യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഇതൊരു ഉപ്പുമ, നമ്മൾ റവ വെച്ച് ഉപ്പുമ ഉണ്ടാക്കുമല്ലേ, അവർക്ക് അവൽ വെച്ചാണ് അവരിത് ഉപ്പുമ പോലെ ഉണ്ടാക്കുന്നത്. അവരത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കും, ഡിന്നറിനും കഴിക്കും, പിന്നെ സംടൈംസ് അവർ സ്നാക്സ് ആയിട്ടും അത് കഴിക്കും. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഉണ്ടാക്കിയാലോ? വാ. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ആദ്യം തന്നെ നമ്മുടെ അവൽ, ഇതിൽ എഴുതിയിട്ടുണ്ട് അവൽ തിക്ക് എന്ന്. കുറച്ച് തിക്കായിട്ടുള്ള അവലാണെങ്കിൽ നല്ലതായിരിക്കും. ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളതായാലും ഒത്തിരി അതങ്ങ് പൊടിഞ്ഞു പോകും. സോ ഇത് നമുക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും കൂടെ, 1 ഇഞ്ച് ഇഞ്ചിയും ഒരു 5 പച്ചമുളകും കൂടെ ഞാൻ അരച്ച് വെച്ചേക്കുക, ചതച്ച് വെച്ചേക്കുവാണ് മിക്സിയിൽ. പിന്നെ 3 സവാള, 3 വലിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കുക. അതുകൊണ്ട് കുറച്ച് ഉള്ളി കൂടുതലാണ്. അപ്പം നിങ്ങൾക്കിപ്പം ഇൻ കേസ് ഒരു 4 പേർക്ക് ഒരു ഡിന്നറിന് മാത്രം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളൊരു 2 ഉള്ളി എടുത്താൽ മതി കേട്ടോ. പിന്നെ എനിക്ക് ഉള്ളി കൂടുതൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടേസ്റ്റ് തന്നെ വളരെ ഇഷ്ടമാണ് എൻ്റെ കൂടെ വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഒത്തിരി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 ഇട്ടാലും മതിയേ. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങയുടെ നീര് വേണം. പിന്നെ നമുക്ക് മല്ലിയില വേണം. പിന്നെ കുറച്ച് പൊടികൾ വേണം. ഇച്ചിരി പാലും വേണം. അപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കാം എങ്ങനെയാണെന്ന് മുമ്പോട്ട്. ആദ്യം തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ നമ്മുടെ അവൽ നമുക്ക് നനച്ച് വെക്കണേ. അപ്പം ഞാൻ കണ്ട് ഈ പാത്രത്തിലോട്ട് ഞാൻ അവലങ്ങ് ഇടും. ഞാൻ എന്ത് ചെയ്യും, ഈ ടാപ്പിൻ്റെ അടിയിലോട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കഴുകും. നനയ്ക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യും. അപ്പം എല്ലാത്തിലും നല്ല വെള്ളവും വീഴും, നല്ല സോഫ്റ്റും ആവുമേ. ഇത്രയും മതി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇതിലോട്ട് വെക്കും. അപ്പം ഞാൻ അവിടെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് അതിൻ്റെ മസാല ഉണ്ടാക്കി വരുന്ന മിക്സ് ചെയ്യാനുള്ള ടൈം ആകുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്യുമേ. അതിൽ ഞാൻ ഉപ്പിടും, പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് വെക്കും, കുറച്ചൊന്ന് പിടിക്കട്ടെ. കുറച്ചിങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കട്ടി പിടിച്ചിരിക്കും, അത് നമുക്ക് തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നനച്ച് വെക്കുന്നത്. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഞാൻ നനയ്ക്കുന്നത്. നിങ്ങൾ സാധാരണ നമ്മൾ അവൽ നനയ്ക്കുന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് നനച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത് എത്ര അവല, ഇത് 400 ഗ്രാം അവലാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ 200 ഗ്രാം അവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു 1-1.5 ഉള്ളി കൂടുതൽ എടുക്കണ്ട. പൊട്ടറ്റോ ഒരെണ്ണം തന്നെ എടുത്തു. പൊട്ടറ്റോ കൂടുതൽ വരുമ്പോൾ നല്ല ടേസ്റ്റ്, എനിക്ക് ഇഷ്ടമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പൊട്ടറ്റോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പൊട്ടറ്റോ സ്കിപ്പ് ചെയ്തു. ഓക്കെ, സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പം ഈ ഡിഷ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡിഷാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ലല്ലോ, നമ്മളല്ലേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷേ നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ അതിൻ്റെ അവരുടെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണമേ. അപ്പോൾ ഒത്തിരി എണ്ണ വേണ്ട കേട്ടോ, നമുക്ക് ഈ ഉള്ളിയും ഒക്കെ ഒന്ന് വഴലാനുള്ള എണ്ണ മാത്രം മതിയേ. കാണുന്നുണ്ട്, ഇത് കറുത്ത പാനായതുകൊണ്ട് കാണുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒഴിച്ച എണ്ണ ചൂടായേ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് കുറച്ചൊരു കായപ്പൊടി ഇടണം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്.
ആൻഡ് അതിലോട്ട് ഞാൻ നമ്മുടെ ഉള്ളി മുറിച്ച് വെച്ചാൽ ഞാൻ ഇടുക. കായപ്പൊടി എണ്ണയിലോട്ട് വീഴുമ്പോൾ പിന്നെ ഉള്ളികൾ വീഴുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ഇതിലോട്ട് ഞാൻ എന്താ ഇഞ്ചിയും, ഞാൻ പറഞ്ഞില്ലേ ഒരു പീസ് ഇഞ്ചിയും ഒരു 5 പച്ചമുളകും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. എരിക്കുള്ളുവാണെങ്കിൽ എനിക്ക് ഇനിയും പച്ചമുളക് വേണേ ഇടാം, പക്ഷേ ഉപ്പുമാവല്ലേ ഒത്തിരി എരി വേണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് ഞാൻ അത്ര ഇടില്ല. ഇത് ഞാൻ ഗ്ലൗസ് ഇട്ടേക്കുന്നത് കൈ നീറും, പച്ചമുളക് വേണ്ടേ, അതുകൊണ്ടാണ് അത് ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഇടാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിടുവാണ്, അതൊന്ന് വഴണ്ട് വരാൻ. ഞാൻ അവലിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം ഉപ്പിടുമ്പം. കണ്ടില്ലേ ഞാൻ എത്ര ഉള്ളി ഇട്ടിട്ട് ഉള്ളി വഴണ്ട് വന്നപ്പോൾ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി ഇടുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഉള്ളിയുടെ ആ ഒരു ബൈറ്റ് വരുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം, ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ട് ഞാൻ അത് വഴറ്റിയെടുത്തുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുവാണ്. ഒത്തിരി അങ്ങ് കറക്കൊന്നും വേണ്ട, നമ്മളൊരു 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ച് ഉള്ളിയെ നമ്മളൊരു ലൈറ്റ് ഒരു പിങ്കിഷ് ലൈറ്റ് ബ്രൗൺ കളർ വരത്തില്ലേ, അത്രയും വഴറ്റിയാൽ മതിയേ. ഇതായിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഇടുവാണ്, അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ്. കളയാൻ പറ്റുമോ? ഇനി ഇതിലോട്ടുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി ആംചൂർ പൗഡർ, നമ്മുടെ ഉണങ്ങിയ മാങ്ങ ഉണ്ടല്ലോ, പച്ചമാങ്ങയുടെ പൊടി, ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലൊരു ടീസ്പൂൺ ഇടണേ, ഇല്ലെങ്കിൽ വേണ്ട, നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ മതി. എന്നിട്ട് അതിനും കൊണ്ടിട്ടൊന്ന് ഇളക്കണം. ഇനി ഇത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ കിടന്ന് തന്നെ വേവണേ. നമുക്ക് വേണമെങ്കിൽ ചെറിയ തീ വെച്ചിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവും. ഇല്ല നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ വേവിക്കണമെങ്കിൽ നമ്മളിൽ കുറച്ച് വെള്ളം, ചുമ്മാ ഒത്തിരി കറി പോലെ വെള്ളമൊന്നും എടുത്ത് ഒഴിക്കല്ലേ, ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രം പോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചാൽ 10 മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും, ഇത് വെന്ത് വരുമേ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്ലോ തീയിൽ വെക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ, അപ്പം നമുക്ക് കരിയത്തുമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് 10 മിനിറ്റിലാകുമ്പോൾ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചാലും പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് വരും, അടിയിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചതേ. ഇതിനി ഉരുളക്കിഴങ്ങ് വെന്ത് വരട്ടെ. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് അടച്ച് വെച്ചായിരുന്നേ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചായിരുന്നു ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങുണ്ടല്ലോ പ്രത്യേകം വെള്ളത്തിൽ വെച്ചിട്ട് ഒരുമാതിരി നല്ല ഒത്തിരി കുഴഞ്ഞ വേവല്ല, ഒരുമാതിരി വേവ് കഴിക്കാൻ പറ്റുന്ന വേവ് വരുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇത്ര ടൈം എടുക്കത്തില്ല, പെട്ടെന്ന് ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടി കഴിയും. ഉരുളക്കിഴങ്ങ് വേവാനുള്ള ടൈമാണ് ഇതിൽ ഉണ്ടാക്കാനുള്ള ടൈം. നല്ല എന്താ പറയുന്നത്, ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ തന്നെ മിക്സായി വേവുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് ഇത് കാണാമോ, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പീസ് കണ്ട തെന്നി പോകുന്നു, കണ്ട ഉരുളക്കിഴങ്ങ് ഉടഞ്ഞത്. സോ ഈ ഒരു പരുവം മതിയേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നനച്ച് വെച്ച അവല് അതിനോട് ഇടുവാണ്. നമുക്കൊന്ന് ഉടച്ചുടച്ചിടാം. ഞാൻ ഈ നനച്ച് വെച്ചിരുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു കട്ട പിടിച്ച പോലെ ഉണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് ഉടച്ചുടച്ചിടാം. ഇട്ട് ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പൊടിക്കുന്ന പോലെ ഇളക്കല്ലേ, അടിയിൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പം അരി പൊടിയാതെ നോക്കുന്ന പോലെ തന്നെ ഇത് ഇളക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ അവൽ പൊടിയാതെ നോക്കി നമ്മൾ ഇളക്കിയെടുക്കണം.
എന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് അവൽ കുറച്ചും കൂടെ ഈ അവൽ ഇരിക്കും തോറും ചിലപ്പോൾ കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ പാല് ഞാൻ ഇടുവാണ് ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് ഞാനൊരു ഇത് കുഞ്ഞു തവിയാണ് കണ്ടില്ലേ, അതിൻ്റെ ഒരു 2 തവി പാലൊഴിക്കാമേ. ഇതിൽ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിക്കണേ. ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒഴിക്കണം, ഒരുമിച്ചങ്ങ് ഒഴിക്കല്ല. പാലൊഴിച്ച് എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ഉപ്പ് കറക്റ്റ് ആവുന്ന നോക്കാം. നമുക്ക് നോക്കാം ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട് ആവശ്യത്തിന്, എന്നാലും. പിന്നെ ഞാൻ 2 നാരങ്ങ ഞാൻ കാണിച്ചിരുന്നു, ചെറിയ നാരങ്ങ അത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി എൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കുവാണ്. അപ്പം ഞാൻ ആദ്യം ആംചൂർ കൂടി ഇട്ടായിരുന്നു, അതുകൊണ്ടാണ് 2 നാരങ്ങ ഒഴിച്ചുള്ളൂ. പുളിപ്പ് കുറവ് വേണ്ടവർക്ക് 1 നാരങ്ങ ഒഴിച്ചാൽ മതി. എനിക്ക് ഇച്ചിരി പുളിയുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇട്ടത്. പുളിപ്പേ വേണ്ടെങ്കിൽ ഇതൊന്നും ഇടണ്ട, സാധാ മസാലയിലിട്ടം കൊണ്ടാക്കിയാൽ മതി, നാരങ്ങ ഒന്നും പിഴിഞ്ഞൊഴിക്കണ്ട. ആൻഡ് ഇതിലോട്ട് ലാസ്റ്റ് നമുക്ക് ഇടേണ്ടത് നമ്മുടെ മല്ലിയില. മല്ലിയില ഞാൻ കഴുകി വെച്ചിരുന്നു. അപ്പം മല്ലിയില നമുക്ക് നുറുക്കി നുറുക്കി ഇതിലോട്ട് ഇടാം. എന്നിട്ട് മല്ലിയില നമുക്കൊന്ന് ഇളക്കി കൊടുക്കാന്ന് വെച്ചാൽ അടിയിലൊക്കെ ഒന്ന് പോട്ടെ, എന്നാലും അതിൻ്റെ ഒരു സ്മെല്ല് എല്ലായിടത്തും അതിനൊന്ന് കിട്ടത്തുള്ളൂ. മല്ലിയില വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, മല്ലിയില തീർച്ചയായിട്ടും ഇടണം, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാതെ നിങ്ങൾ കറിവേപ്പില ഇട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ കപ്പലണ്ടി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ വറുക്കുന്ന സമയത്തുണ്ടല്ലോ, ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് വഴറ്റാം. ഇപ്പം നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്, കാണാമോ എല്ലാവർക്കും? നല്ല സോഫ്റ്റാണ്. ഇതാണ് കണ്ടോ, ഓരോ അവലും മാറി മാറിയാണ് കിടക്കുന്ന, കുഴഞ്ഞൊന്നും അല്ല. കണ്ടോ, ഇതാണ് പോഹ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോഹ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ അവലിന് പറയുന്നൊരു വേർഡെന്നേ ഉള്ളൂ. അപ്പോൾ അവർ ഇതിന് കാന്താ പോഹ എന്നൊക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം അവലിൻ്റെ ഉപ്പുമാവ്. അതാണ് ഈ സാധനം. നല്ല ടേസ്റ്റാണ് കഴിയാൻ കേട്ടോ. നമ്മുടെ സാധനം എപ്പോഴും നമ്മൾ ഈ റവ ഉപ്പുമാവ് കഴിക്കുന്നതിന് ഒരു വെറൈറ്റിയാണിത്. ചെറിയ പൊളിപ്പൊക്കെ ആയിട്ടൊരു ടാങ്കിനെസ്സും നല്ലൊരു ടേസ്റ്റ് കിട്ടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഈസിയുമല്ലേ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞാൻ ഇവിടെ ഇതിനകത്ത് ആംചൂർ പൗഡറൊക്കെ ഇട്ട് അതൊന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ ഇടണ്ട, കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചാലും മതി. അതൊരു പുളിപ്പിന് വേണ്ടി ഇടുന്നേ ഉള്ളേ. പിന്നെ ചിലർക്ക് പുളിപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ ഇടണ്ട, നാരങ്ങ നീരും ഇടണ്ട, സാധാ ഉള്ളിയും എല്ലാം വഴറ്റി മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ മല്ലിയില ഇടണം എന്ന് ഞാൻ പറയും, ബിക്കോസ് മല്ലിയില ഇട്ടാൽ നല്ലൊരു മണം വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എങ്ങനെ സെർവ് ചെയ്യുന്നത്, ഒരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്തിട്ട് സൈഡിലൊരു നാരങ്ങ ഉണ്ടല്ലോ പകുതി മുറിച്ചതിൽ വെക്കും. അപ്പോൾ പുള്ളിപ്പോൾ ഇനിയും വേണ്ടി വരുന്നത് അവർ നാരങ്ങ അതിൻ്റെ മണ്ടയിലൂടെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചിട്ട് തിന്നും. പിന്നെ ചിലർ ഇതിൻ്റെ കൂടെ പഞ്ചാര ഇട്ട് തിന്നും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പ്രേണേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിലെ റവ ഉപ്പുമാവ് തിന്നുന്ന പോലെ തിന്നുന്നത്, ഇതിൻ്റെ കൂടെ പഴം മേടിച്ച് തിന്നും. അങ്ങനെ തിന്നുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. പക്ഷെ പുള്ളിക്ക് പഴവും ഉപ്പുമാവും കൂടെ, ഉപ്പുമാവ് നാട്ടിലെ റവയ്ക്ക് പഴവും ഉപ്പുമാവും തിന്നുന്ന പോലെ ഇത് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ കൂടെ പഴം വേണം കഴിക്കാൻ. പ്രത്യേക ടേസ്റ്റ് തന്നെ. ഞാനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ തിന്നും. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ സൈഡിട്ട് ചില സമയത്ത് തിന്നാറുണ്ട്. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് ഇങ്ങനത്തെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ ഇനിയും നിങ്ങളെ കാണിക്കും. ഇത് വളരെ ഈസി റെസിപ്പിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. പിന്നെ എൻ്റെ ഒരു വ്യൂവർ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസൊക്കെ കാണിക്കണം. അപ്പോൾ എനിക്കറിയാവുന്ന നോർത്ത് ഇന്ത്യൻ റെസിപ്പി ഞാൻ ഒരു ദിവസം ഒന്ന് കാണിച്ചായിരുന്നു. ഇനി അടുത്ത ഇതാണ് ഇങ്ങനത്തെ
കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇനിയും ഞാൻ കാണിക്കും. ഇതാണ് നമ്മുടെ പോഹ റെഡി. കണ്ട, നല്ല അടിയിലൊന്നും പിടിക്കാത്ത നല്ല പോഹ റെഡി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോഹ റെഡി ആയിരിക്കുകയാണ്. ഇത് ആക്ച്വലി ലിഡു പറഞ്ഞ പോലെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അപ്പം നോർത്തിലാണ് ഇത് കൂടുതലും ആൾക്കാർ കഴിക്കുന്നത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവലിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ദിസ് ഈസ് ഒരു വെയിറ്റ് ലോസ്, നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ പറ്റിയൊരു സാധനമാണ്. സോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. സോ വല്ലപ്പോഴും ഞങ്ങളിങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. നമ്മളെല്ലാ തരത്തിലുള്ള ഫുഡും ട്രൈ ചെയ്യണമല്ലോ. സോ നമ്മുടെ നല്ല ടേസ്റ്റി പോഹയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണിത്. ഇത് നല്ല നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഫില്ലിങ്, വയറ് നല്ല ഫില്ലാവും. എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റമാണ് ഈ പോഹ എന്ന് പറയുന്ന സംഭവം. എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് കഴിക്കുമ്പോൾ എനിക്ക് ഒരു ചെറുപഴവും കൂടെ മസ്റ്റാണ്. ഞാനിതിനിങ്ങനെ ഒരു പഴവും കൂടെ വെച്ചാണ് ഞാൻ പോഹ കഴിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഞങ്ങളുടെ ചാനൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇടണമെന്ന്. സോ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിക്കൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ പേർഷ്യൻ മലയാളി.